നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ലക്ഷ്മി നാരായണ വ്രതം എങ്ങനെ എടുക്കണം, എന്തിനു വേണ്ടി എടുക്കണം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ധനപരമായിട്ടുള്ള ഏതൊരു പ്രശ്നത്തിനും ശ്രീ ലക്ഷ്മി നാരായണ വ്രതം എടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഉദാഹരണമായി, ശ്രീ ലക്ഷ്മി എന്ന് പറയുന്നത് ധനത്തിൻ്റെ ദേവതയാണ്. ദേവിയോടൊപ്പം ഭഗവാൻ നാരായണൻ കൂടി ചേരുമ്പോൾ ധനസമൃദ്ധി, സുസ്ഥിരത, ജീവിത വിജയം എന്നിവ ഉണ്ടാകുന്നു. സാധാരണയായി വ്യാഴാഴ്ചകൾ 11 വ്യാഴാഴ്ച, അതല്ലെങ്കിൽ മാസത്തിലൊരു ഏകാദശി എന്നീ രീതിയിൽ 11 എണ്ണമാണ് എടുക്കേണ്ടത്. വ്യാഴാഴ്ചയാണ് എടുക്കുന്നതെങ്കിൽ ബുധനാഴ്ച മുതൽ നമ്മൾ വ്രതം ആരംഭിക്കേണ്ടതാണ്. അതായത് ഏത് ദിവസമാണോ നമ്മൾ വ്രതം എടുക്കുന്നത്, വ്യാഴാഴ്ച വ്രതമായിക്കോട്ടെ, അതല്ല ഏകാദശി വ്രതമായിക്കോട്ടെ, ഇതിലേതൊരു ദിവസമാണ് നമ്മൾ വ്രതത്തിനായി തിരഞ്ഞെടുക്കുന്നതെങ്കിലും അതിൻ്റെ തലേന്നാൾ മുതലാണ് വ്രതം സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ നമ്മൾ എഴുന്നേൽക്കുക, കുളിച്ച് ശുദ്ധിയായി ഭഗവാന് വിളക്ക് വയ്ക്കുക, ഭഗവാന് വേണ്ടിയിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക. അതിനുശേഷം നമ്മൾ അന്നേ ദിവസം ഒരിക്കൽ എടുക്കുക, അതായത് അരിയാഹാരം ഒരിക്കൽ മാത്രം കഴിക്കുക. രാവിലെയും വൈകിട്ടുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. പിറ്റേ ദിവസം, അതായത് വ്രത ദിവസം, രാവിലെ തന്നെ ക്ഷേത്രദർശനം നടത്തുക. ക്ഷേത്രദർശനത്തോടൊപ്പം നമ്മൾ ഭഗവാന്റെ നാമങ്ങളായ നാരായണീയം, അതല്ലെങ്കിൽ ഹരിനാമ കീർത്തനം, ലക്ഷ്മി അഷ്ടോത്തരം, കനകധാര സ്തോത്രം, ധനബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതിവിധിയാണ് കനകധാര സ്തോത്രം ചൊല്ലുന്നത്. കനകധാര സ്തോത്രം നമ്മുടെ ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളൊരു സ്തോത്രമാണ്. ഏതൊരു കടബാധ്യതയിൽ പെട്ടിരിക്കുന്ന ഒരാൾക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കനകധാര സ്തോത്രമാണെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ഭഗവാന്റെ നാമങ്ങൾ, ശ്രീ വിഷ്ണു സഹസ്രനാമം, ഹരിനാമ കീർത്തനങ്ങൾ, അതേപോലെ ശ്രീ വെങ്കടേശ്വര കരാവലംബ സ്തോത്രം എന്നിവയെല്ലാം നമുക്ക് ഈ വ്യാഴാഴ്ച ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ ഏത് ദിവസം, ഏകാദശി ആണെങ്കിൽ ഏകാദശിയിൽ, അല്ലെങ്കിൽ വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ വ്രത ദിവസം ചൊല്ലാവുന്നതാണ്. അന്നേ ദിവസം നമ്മൾ ഫ്രൂട്ട്സ്, പഴങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മറ്റ് അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ശാരീരിക അവസ്ഥ വെച്ച് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. അങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർ ജലം മാത്രം ഉപയോഗിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ പാല്, പഴം എന്നിവ മാത്രം കഴിച്ചുകൊണ്ടോ വ്രതം ആരംഭിക്കാവുന്നതും അതേപോലെ വ്രതരീതി പിന്തുടരാവുന്നതുമാണ്. ഏത് രീതിയായാലും ഭഗവാൻ അത് സ്വീകരിക്കും. മത്സ്യമാംസാദികൾ മാത്രം നമ്മൾ കഴിക്കാതിരുന്നാൽ മതിയാകും. അല്ലാതെ ഏതൊരു രീതിയും ഭഗവാൻ സ്വീകരിക്കുന്നതാണ്. എങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ജലമോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിച്ചിട്ട് വ്രതം തുടരാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം ക്ഷേത്രദർശനം മസ്റ്റായിട്ട് അന്ന് ഉണ്ടാവണം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത അമ്മമാരല്ലെങ്കിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ വീട്ടിൽ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ നമ്മളാൽ കഴിയാവുന്ന നൈവേദ്യങ്ങൾ, ഇത് ഒരുപാട് നൈവേദ്യങ്ങളൊന്നും വേണ്ട, ഒരു കദളിപ്പഴം, അതല്ലെങ്കിൽ ഒരു കുറച്ച് എണ്ണ, എന്തായാലും ഭഗവാൻ അത് സ്വീകരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു തുളസിമാല ഇട്ടാലും ഭഗവാൻ അത് സ്വീകരിക്കും. ഏറ്റവും ഭഗവാൻ നോക്കുന്നത് നമ്മുടെ നിർമ്മലമായ ഭക്തി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കനകധാര സ്തോത്രം ചൊല്ലുക, അതേപോലെ ശ്രീ വെങ്കടേശ്വര കരാവലംബ സ്തോത്രം ചൊല്ലുക. നമ്മുടെ ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ്. അതേപോലെ വ്രതം അവസാനിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രദർശനം നടത്തുക. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തുളസിയിലിട്ട നീര് കുടിച്ച് കൊണ്ടുവേണം നമ്മുടെ വ്രതം അവസാനിപ്പിക്കുവാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ 11 ആഴ്ച അല്ലെങ്കിൽ 11 മാസത്തിൽ, അതായത് മാസത്തിൽ ഒന്ന് എടുക്കുന്നവർക്ക് 11 മാസം, അങ്ങനെ ഈ ഒരു ലക്ഷ്മി നാരായണ വ്രതം എടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടവും നമ്മുടെ കടങ്ങളൊക്കെ മാറുമെന്നാണ് വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വിശദമായ വീഡിയോ ഞാൻ ഇടാം.